ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഡിടെക് ഓഡിയോസിൻ്റെ ഒരു 5.1 റിമോട്ട് കിറ്റാണ്. അപ്പോൾ ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഇൻബിൽറ്റാണ്, USB ഇൻബിൽറ്റ് ഉണ്ട്, FM ഉണ്ട്. അപ്പം ഇത്രയും ഫീച്ചേഴ്സുള്ള ഒരു റിമോട്ട് കിറ്റാണ് ഈ ഒരു റിമോട്ട് കിറ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത്, ഈ ബോക്സിനകത്ത് എന്താണ് ഉള്ളതെന്ന് നോക്കാം. അപ്പം പ്രിൻസ് ഏട്ടനാണ് ഈ ഒരു ബോർഡ് ഇറക്കുന്നത്. ദൃശ്യ ഓഡിയോ ടെക്കാണ് ഈ ഒരു റിമോട്ട് കിറ്റ് ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, ബോക്സിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കാണുന്ന ജസ്റ്റ് ഒരു കാറ്റലോഗ് പോലത്തെ ഒരു പേപ്പറാണ്. അപ്പം ഈ ഒരു പേപ്പറിനകത്ത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ആഡിയോ റഷ് ബോക്സ് എങ്ങനെയാണ് ഇതിൽ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കണക്ഷൻസും ബാക്കിയുള്ള എല്ലാ മെനു, അവരുടെ ഈ റിമോട്ടിൻ്റെ മെനു എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് വരുന്ന കാറ്റലോഗാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിമോട്ടാണ്, നല്ലൊരു റിമോട്ടാണ് വരുന്നത്. കവറിലൊക്കെ ഇട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആണ്. അതിൻ്റെ റിമോട്ട് കിറ്റിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇത് നമുക്ക് നോർമലി എല്ലാ റിമോട്ട് കിറ്റിലും ഉള്ള പോലത്തെ ഡിസ്പ്ലേ തന്നെയാണ്. അങ്ങനൊരു ഡിസ്പ്ലേ നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ബോർഡാണ്, ഇതിൻ്റെ മദർ ബോർഡാണ് വരുന്നത്. ഡിടെക്കിൻ്റെ ഒരു ബോർഡ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡീകോഡർ, അതിൻ്റെ ഒരു കൺട്രോളാണ് വരുന്നത്. കൺട്രോൾ USB കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബോർഡിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഗെയ്സ്, ഇതാണ് നമ്മുടെ റിമോട്ട് കിറ്റ്. ഈ ഒരു റിമോട്ട് കിറ്റ് 5.1 റിമോട്ട് കിറ്റാണ്. ഈ ഒരു റിമോട്ട് കിറ്റ് വർക്ക് ചെയ്യുന്നത് 12 വോൾട്ട് സിംഗിൾ സപ്ലൈയിലാണ്, സിംഗിൾ റെയിലാണ്. DC 12 വോൾട്ട് +12 അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കൂടാതെ തന്നെ ഇതിനകത്തൊരു 5 വോൾട്ട് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ സോക്കറ്റ് അവർ ഇവിടെ കൊടുക്കാത്തതിന് കാരണം അതാണ്, നമുക്ക് അതിൻ്റെ യൂസ് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ കൂടാതെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സബ് ഔട്ട്പുട്ട് വരുന്നുണ്ട്, 5 ചാനലിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ട്, USB ഇൻ ഡിസ്പ്ലേ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതിനകത്ത് USB മോഡ്യൂളിൻ്റെ എക്സ്ട്രാ ഒരു USB മോഡ്യൂളിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഒരു ആംപ്ലിഫയറിനകത്ത് 2 ഡിസ്പ്ലേ വരത്തില്ല, ഒറ്റ ഡിസ്പ്ലേ വരും. പിന്നെ കണക്ഷൻസ് കുറച്ചും കൂടി ഈസിയാവും. അപ്പം ഒരു USB കൊടുക്കേണ്ട ആ ഒരു സോക്കറ്റാണ് ഈ കാണുന്നത്. പിന്നെ ഒരു എൻകോഡർ, ഇത് സൗണ്ട് കൂട്ടുന്നതിന്, മാസ്റ്റർ സൗണ്ട് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ബാക്കിയുള്ള സെലക്ഷനൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു എൻകോഡറും ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന വയർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വയർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ കണക്റ്റേഴ്സ്, എല്ലാത്തിനും കണക്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദൃശ്യ ഓഡിയോ ടെക്കിനെ കുറിച്ച് പറയുമ്പം അവരുടെ PCBയുടെ ക്വാളിറ്റിയാണ് നല്ല അടിപൊളി PCB ആണ്. നല്ല രീതിയിലുള്ളൊരു PCB തന്നെയാണ് ഡിടെക് ഓഡിയോസിൻ്റെ PCB വന്നിരിക്കുന്നത്. പിന്നെ കൂടാതെ തന്നെ കമ്പോണൻസ്, നമുക്ക് അത്യാവശ്യം നാട്ടിൽ കിട്ടുന്നതിൽ ക്വാളിറ്റിയുള്ള കമ്പോണൻസ് അവരിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിമോട്ട് കിറ്റിൽ കാണുന്ന കപ്പാസിറ്റേഴ്സ് കെൽട്രോൺ അല്ല, പകരം DG ക്യാപ്പാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം DG ക്യാപ്പ് നല്ലൊരു കപ്പാസിറ്റേഴ്സാണ്. DG ക്യാപ്പ് മൊത്തം DG ക്യാപ്പിൻ്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സാണ് അവർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടെ തന്നെ ബോക്സ് കപ്പാസിറ്ററും നല്ല ക്വാളിറ്റിയുള്ള ബോക്സ് കപ്പാസിറ്റർ തന്നെയാണ് അവർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ബാക്കി കുറച്ച് SMD കമ്പോണൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. SMD കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ലോക്കലി നമുക്ക് കിട്ടത്തില്ല. അത്യാവശ്യത്തിൽ ക്വാളിറ്റിയുള്ള കമ്പോണൻസ് മാത്രമേ SMD കമ്പോണൻസ് നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിമോട്ട് കിറ്റ് നല്ല ഓഡിയോ ഔട്ട്പുട്ടും നല്ല ക്വാളിറ്റിയും ഉള്ള ഒരു റിമോട്ട് കിറ്റാണെന്ന് നമുക്ക് പറയാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഇവിടെ ഒരു IR സെൻസർ ഇരിപ്പുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ ബാക്കിൽ വരുമ്പോഴാണ് നമുക്കിവിടെ ബ്ലൂടൂത്തിൻ്റെ ഒരു ആൻറ്റിന ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ ഒരു ചിപ്പ് ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ടൊരു ബ്ലൂടൂത്തിൻ്റെ ചിപ്പ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു മോഡ്യൂളിൽ നമുക്ക് ഫ്ലാക്കും വേവും സപ്പോർട്ട് ചെയ്യും. അപ്പം അത് നല്ലൊരു കാര്യമാണ്. അതിൽ 16 ബിറ്റ് വരെയുള്ള ഫ്ലാഗ് ഫയൽസ് മാത്രമേ ഇതിൽ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതിന് മുകളിൽ ഉള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ, അതിന് മുകളിലോട്ടുള്ള MB കൂടിയ ഫയൽസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 16 ബിറ്റിന് 24 ബിറ്റിലൊക്കെയുള്ള ഫയൽസ് നമ്മളിൽ പ്ലേ ചെയ്യാൻ നോക്കിയാൽ റിമോട്ട് കിറ്റ് സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് കാണാം. അത് ഒരു പരിധി, നമുക്കൊരു പരിധി ഉണ്ടല്ലോ, ഒരു വിലയ്ക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ആ ഒരു വിലയ്ക്കുള്ള ഒരു പരിധിയുണ്ട്. ആ ഒരു പരിധിയിൽ നിർത്തി ഉള്ള ആയിരിക്കും ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഇത് പറഞ്ഞത്. പക്ഷേ അതൊരു കുറവൊന്നുമല്ല. കാര്യം നമ്മുടെ നാട്ടിൽ ഫ്ലാക്ക് വേവൊക്കെ ഇപ്പോഴാണ് ഒന്ന് കയറി വന്നു തുടങ്ങിയത്. ഇതിനു മുമ്പ് ആരും ഉപയോഗിക്കുന്നത് MP3 മാത്രമാണ് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
അപ്പം ഇതിലിപ്പോൾ നമുക്ക് നോർമലി പറയുമ്പോൾ ഫ്ലാക്കും വേവും സപ്പോർട്ടറാണ്. വേവൊക്കെ വളരെ ഈസി ആയിട്ട് ഇതിൽ റണ്ണാവും. ഫ്ലാക്കിൻ്റെ കേസിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് 16 ബിറ്റിൻ്റെ. അപ്പം 16 ബിറ്റിലോട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 24 ബിറ്റൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 16 ബിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വളരെ കൃത്യമായിട്ട് വർക്കാവും. ചെറിയ ഒരു ഓഡിയോയുടെ ഒരു ചെറിയ വ്യത്യാസം നമുക്ക് ചിലപ്പം ഒരു പക്ഷേ കാതിന് അത് അറിയാൻ പോലും പറ്റണമെന്നില്ല. അപ്പോൾ ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ആ ഒരു ജസ്റ്റ് ഒരു കൺവേർഷൻ ചെയ്യുമ്പോൾ. അപ്പം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ വിലയ്ക്ക് ഈ ഫ്ലാക്കും വേവൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഇൻബിൽറ്റ് ഇപ്പം ഈ ഒരു റിമോട്ട് കിറ്റ് തന്നെ ബ്ലൂടൂത്തും എല്ലാം കൂടെ വരുമ്പോൾ ഈ ചെറിയ വിലയ്ക്ക് ഇത് ലാഭമാണ് സത്യം പറഞ്ഞാൽ. ചെറിയ വില എന്ന് പറയുമ്പോൾ 2300 ആ ഒരു 2300 എന്നൊക്കെ പറയുമ്പോൾ ചെറിയ വില തന്നെയാണ്. കാര്യം ഫ്യൂടെക്കിൻ്റെയൊക്കെ റിമോട്ട് കിറ്റിൻ്റെ വില അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു 2300 ചെറിയൊരു വിലയാണ്. അപ്പം ഈ ഒരു 2300 രൂപയ്ക്ക് ഫ്ലാക്ക് വേവ് FM ബ്ലൂടൂത്ത് ഇത്രയും ഫങ്ഷനുള്ളൊരു റിമോട്ട് കിറ്റ് എന്ന് പറയുമ്പം നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ പ്രിൻസേട്ടൻ അതിനൊരു നന്ദി അറിയിക്കുകയാണ്. കാര്യം ഇത്രയും എഫേർട്ട് എടുത്ത് ഒരു റിമോട്ട് കിറ്റ് ഡെവലപ്പ് ചെയ്ത് എടുത്തതിന് ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിടെക് ഓഡിയോസിന് ഡയറക്റ്റ് വാങ്ങാം. ഇല്ലെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ് ബാലരാമപുരം, അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ വാങ്ങുക, ആവശ്യമുള്ള ആൾക്കാർ മാത്രം വിളിക്കുക. എൻക്വയറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ എൻക്വയറി ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സാധനം വാങ്ങുമ്പം 2300 പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഷിപ്പിംഗ് ചാർജും കൂടെ ഉണ്ടായിരിക്കും. 100 രൂപയോ 150 രൂപയോ ഒരു ഷിപ്പിംഗ് ചാർജും കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നല്ലൊരു പ്രോഡക്റ്റാണ്. ഉപയോഗിച്ച ആ ഒരു സ്ഥിതിക്ക് നല്ലതാണ്. ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. അപ്പം ഇത് ഞാൻ സ്വന്തമായിട്ട് വാങ്ങി ഉപയോഗിച്ചതില്ല, വേറൊരാൾ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാനിത് റിവ്യൂ ചെയ്യുന്നത്. ഇപ്പം നിലവിൽ 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുന്നത് 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. +12 0 അത് കൊടുക്കുമ്പോൾ നോക്കി കൊടുക്കണം. അത് തിരിച്ച് കൊടുത്തിട്ട് റിമോട്ട് കിറ്റ് കംപ്ലൈൻ്റ് ആയെന്ന് പറയരുത്. പെട്ടെന്നൊന്നും കംപ്ലൈൻ്റ് ആവത്തില്ല. എന്നാലും പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങൾ നോക്കി കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കും. കാര്യം ഒരുപാട് ആൾക്കാർ ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം ടെക്നീഷ്യന്മാരും കാണുന്നുണ്ട്, പുതിയതായിട്ട് ആംപ്ലിഫൈ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് ഒരിക്കലും തിരിച്ചു കൊടുക്കാതെ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളത് 2 3 പ്രാവശ്യമൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ആംപ്ലിഫയർ ഓൺ ചെയ്ത് വയ്ക്കാവൂ. അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ പോലത്തെ ബൾബ് വെച്ചിട്ട് സീരീസ് കണക്ഷൻ പോലത്തെ ഒരു ചെറിയൊരു സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട്, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. സീരീസ് കണക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ബൾബ് സെറ്റപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിടാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആംപ്ലിഫയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ വിലയേറിയ സാധനങ്ങൾ കംപ്ലൈൻ്റ് ആയി പോകാതെ നമുക്ക് സേവ് ചെയ്യാം. പിന്നെ ഇത് റിമോട്ട് കിറ്റിൻ്റെ റിമോട്ടാണ്. ഇത് സബ് വൂഫർ, ഓളിയം, മാസ്റ്റർ ഓളിയം അങ്ങനെയാണ് വരുന്നത്. പിന്നെ മ്യൂട്ട്, പാട്ട് മുന്നിലോട്ടും പിന്നിലോട്ടും അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള 2 സ്വിച്ച്, പിന്നെ പൗസ് ആൻഡ് പ്ലേ സ്വിച്ച്, പിന്നെ ട്യൂൺ അത് FM-ൻ്റെയൊക്കെ ഓപ്ഷൻസാണ് വരുന്നത്. പിന്നെ സെൻട്രൽ ചാനൽ കൂട്ടുന്നതിന് വേണ്ടി സബ് വൂഫർ, വോളിയം കൂട്ടുന്നതിന് വേണ്ടി ബാസ്, ട്രബിൾ എല്ലാ ഓപ്ഷനും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇക്വലൈസർ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവം നല്ലൊരു സെറ്റപ്പാണ്. ഈ 2300 രൂപയ്ക്ക് ഈ ഒരു സാധനം നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എനിക്കിതിലൊന്നും പറയാനില്ല. കാര്യം ഇത് വാങ്ങി ഉപയോഗിച്ച ആൾക്കാരെല്ലാം തന്നെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് കേട്ടപ്പോഴും നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഫീൽ ചെയ്തപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്തപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്ത് ബാലരാമപുരത്ത് വന്നിട്ട് ഈ സാധനം എടുത്ത് ഞാൻ പ്രിൻസേട്ടനെ വിളിച്ച് ഒന്നും കൂടെ ഇതിൻ്റെ ഒരു സ്പെക്ക് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി, ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്ന സ്പെക്ക് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ പ്രിൻസേട്ടനെ വിളിച്ച് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സും 5.1 ഔട്ട്പുട്ടുമാണ് ഇവിടെ വരുന്നത് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇത് ആമ്പിൻ്റെ നേരെ ബാക്കിൽ നമുക്ക് പാനൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവിടെ നമ്മൾ വാങ്ങുന്ന ജിടെക്കിൻ്റെയൊക്കെ ക്യാബിനറ്റിൻ്റെ ആണെങ്കിൽ പുറകിൽ ഇതിൻ്റെ ഹോൾസ് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു പാനൽ ചെയ്ത് വയ്ക്കേണ്ടി വരും. ഇപ്പോൾ ഇതിനകത്ത് 5 ചാനലിൻ്റെ ഇൻപുട്ട് വരുന്നത് ഇവിടെയാണ്. പിന്നെ ഓക്സ് വരുന്നത് ഇവിടെയാണ്. ഓക്സ് 1, ഓക്സ് 2, ഓക്സ് 3. അതിനകത്ത് ലൈൻ ഇൻ, ഈ ഓക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ലൈൻ ഇന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു സെറ്റപ്പ് നല്ലൊരു വെൽ സെറ്റപ്പായിട്ടുള്ള റിമോട്ട് കിറ്റാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങൾ ഇത് വാങ്ങുക. കൂടാതെ തന്നെ നമുക്കൊരു ഡൈ ഓഡിയോ ഇന്ത്യൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഇലക്ട്രോണിക്സിൻ്റെ ഇപ്പോൾ പ്രിൻസേട്ടൻ ഗ്രൂപ്പിനകത്തുണ്ട്.
അപ്പം അതുപോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇലക്ട്രോണിക്സിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ആവണം, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം, മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഡൈ ഓഡിയോ ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. കൂടാതെ തന്നെ ഡൈ ഓഡിയോ ഇന്ത്യൻസ് ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ആഡായി വരാവുന്നതാണ്. ഓക്കെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുമായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.